നമ്മളൊരു 10 സെന്റ് സ്ഥലവും നല്ലൊരു വീടുമാണ് ഇന്ന് പരിചയപ്പെടുന്നത്. നമ്മളിപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് വശത്താണുള്ളത്. ഫ്രണ്ടിൽ ഇതാ നല്ല മതിൽ നമുക്കിവിടെ കാണാം. നല്ലൊരു ഗേറ്റൊക്കെ ഇവിടെ കാണാം. സ്ലൈഡിങ് ഗേറ്റ് ഒക്കെയാണ്. പരിസരത്തൊക്കെ ഇതാ വീടുകളൊക്കെ ഉണ്ട്. അയൽവക്കം വീടുകളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ്. വീതിയുള്ള റോഡാണ്. വാഹനങ്ങളൊക്കെ എത്തും. നമ്മളങ്ങനെ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ചുറ്റിലും ഇതുപോലെ മതിലുകളൊക്കെ ഉണ്ട് 4 ഭാഗത്തും. ഫ്രണ്ടിൽ തന്നെ മുറ്റത്തിന് നല്ലൊരു തെങ്ങ് ഇവിടെ കാഴ്ച നിൽക്കുന്ന നമുക്ക് കാണാം. ഇതുപോലെ 2 തെങ്ങുകൾ നമ്മളെ വീടിൻ്റെ മുൻവശത്ത് തന്നെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ നല്ലൊരു പോർച്ചൊക്കെ മുമ്പിൽ നമുക്ക് കാണാം. ഇതാണ് നമ്മളെ വീട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ മുറ്റൊക്കെ നല്ല വിശാലമായ മുറ്റാണ്. നല്ല സൗകര്യമുണ്ട്. ഇവിടെ മുറ്റത്തിൻ്റെ സൈഡിലൊരു മാവൊക്കെ നമുക്ക് കാണാം. ഇവിടെ 2ാമത്തെ തെങ്ങ്. ഇതൊക്കെ കായ്ക്കുന്ന തെങ്ങുകളാണേ. നമ്മളെ വീടിൻ്റെ മുൻവശത്തുന്നത് നല്ലൊരു കിണർ ഇവിടെ ഉണ്ട്. ഓപ്പൺ കിണറാണ്. പറ്റാത്ത വെള്ളമുള്ള കിണറാണ്. സൈഡിലൂടെയൊക്കെ ചെടികളും ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. ഈ 10 സെന്റ് മുഴുവനായിട്ട് ഇവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വീട്. നല്ല രീതിയിൽ പണി കഴിപ്പിച്ച വീടാണ്. ഇവർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത വീടായതുകൊണ്ട് തന്നെ എല്ലാം നല്ല കണ്ടീഷനായിട്ടാണ് പണിതിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽസും നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ജനലുകളും ഡോറുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. എല്ലാം നല്ല മരത്തിലാണ് പണിതിട്ടുള്ളത്. ഈ ഫ്രണ്ടിലേക്ക് കണ്ടില്ലേ, നല്ല ഏരിയ തന്നെ കിട്ടുന്നുണ്ട്. 10 സെന്റ് സ്ഥലമാണെങ്കിലും വീട് കുറച്ച് ബാക്കിലേക്ക് പണിതുകൊണ്ട് നമുക്ക് ഈ ഫ്രണ്ടിലേക്കൊക്കെ നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ മുറ്റത്തിന്റെ സൈഡിലൂടെ ഒക്കെ നല്ല ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. പുറം സൈഡൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്രൂട്ട്സിന്റെ മരമാണിത്. ഔക്കാട എന്നൊക്കെ പറയില്ല, അതിന്റെ മരമാണ് നമ്മൾ ഈ കണ്ടത്. തൊട്ടടുത്ത് തന്നെ നല്ലൊരു സപ്പോർട്ടിന്റെ മരം. സപ്പോർട്ടൊക്കെ കാഴ്ച നിൽക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. നമ്മളങ്ങനെ സൈഡിലൂടെ അങ്ങനെ പോയി വീടിന്റെ ബാക്ക് ഭാഗം കണ്ടതിന്റെ ശേഷം വീടിന്റെ ഉൾഭാഗം കൂടിയും കാണാം. അപ്പോൾ നമ്മൾ ഈ വീടും സ്ഥലമുള്ളത് വയനാട് ജില്ലയിലാണ്. കമ്പളക്കാട് ഭാഗത്താണ് വീടും സ്ഥലമുള്ളത്. നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. പരിസരത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ഹൈവേയിലേക്ക് വെറും 1 കിലോമീറ്റർ ദൂരമാണ് നമ്മളെ ഈ വീട്ടിൽ നിന്നുള്ളത്. ജസ്റ്റ് 1 കിലോമീറ്റർ ദൂരത്തിലാണ് ഹൈവേ ഒക്കെ ഉള്ളത്. സൈഡിലൊക്കെ വലിയ പേരമരൊക്കെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. ഇവിടെ അതൊരു ബട്ടർഫ്രൂട്ടിന്റെ മരമാണ് ഈ മുമ്പിൽ നിങ്ങൾ കാണുന്നത്. നമ്മളെ വീടിന്റെ ഈ സൈഡിൽ നിന്നൊക്കെ നല്ല വ്യൂ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, നല്ല മലനിരകളൊക്കെ നമുക്കിങ്ങനെ കാണാം. വീടിന്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുവേ. നമ്മളങ്ങനെ വീടിന്റെ ബാക്ക് വശത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു കാഴ്ച നിങ്ങൾക്ക് കാണാം. ചക്ക കാഴ്ച നിൽക്കുന്നുണ്ടല്ലേ. ഇത് വേണമെങ്കിൽ നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ പറിച്ചെടുക്കാം. കണ്ടീഷനിലാണ് ചക്ക കാഴ്ച നിൽക്കുന്നത്. ഈ സൈഡിലൂടെ ഒക്കെ മാവുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു അലക്ക് കല്ലൊക്കെ ഉണ്ട് ബാക്ക് സൈഡിൽ. ഇതൊരു ബാത്റൂമാണ്. പുറത്ത് സൈഡിൽ കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം. ഇവിടെ ഈ മാവിലൊക്കെ കണ്ടില്ലേ, നല്ല മാങ്ങ കാഴ്ച നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ആ വീടിന്റെ ബാക്ക് വശത്തുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇതുപോലെ ചുറ്റിലും ഇതുപോലെ മതിലൊക്കെ ഉണ്ട്. ഫുൾ ഇന്റർലോക്ക് ഉണ്ട്. കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗവും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 10 സെന്റിൽ കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവരാണെങ്കിൽ നമ്മൾ ഈ വീടിന്റെ ബാക്കിലേക്ക് സ്ഥലം എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഈ സൈഡിലൂടെ ഒക്കെ ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെയാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അടുത്തൊരു മാവ്. ഇതിലൊരു മാങ്ങ അങ്ങനെ കാഴ്ച നിൽക്കുന്നുണ്ട്.
ഇവിടെക്കഥ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളാണ് ഇതൊക്കെ. നമ്മളങ്ങനെ വീണ്ടും വീടിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ആ സിറ്റ് ഔട്ട് കഴിഞ്ഞിട്ടുള്ള ഹാളാണ് നിങ്ങൾ കാണുന്നത്. ഹാളൊക്കെ അത് അത്യാവശ്യം വലിയ ഹാള് തന്നെയാണ്. ഇവിടെ ഹാളിൻ്റെ സൈഡിൽ കോർണർ സെറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭാഗത്ത് ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ ഇവിടെ ഉണ്ട്. ഇനി മുകളിലേക്ക് റൂം കൂട്ടിയെടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിലും അതിനും സൗകര്യത്തിലാണ് നമ്മളെ വീട് പണിതിട്ടുള്ളത്. ഇത് നമ്മളെ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂം. ബെഡ്റൂമിൻ്റെ ചുമരുകളൊക്കെ ഉണ്ടല്ലേ, നല്ല വെറൈറ്റി പെയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ്. ബെഡ്റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമുകളാണ്. ഇവിടെ അതൊരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം നമ്മൾ ഈ ഹാളിൻ്റെ കോർണറിൽ. ഇവിടെ ആ സൈഡിൽ നല്ലൊരു വാഷ് ബേസൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ 3 ബെഡ്റൂമുകളുണ്ട്, 3 ബാത്റൂമുകളുണ്ട്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, 2 കോമൺ ബാത്റൂം ഒക്കെ ഉണ്ട്. ഇത് 2ാമത്തെ ബെഡ്റൂം. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് 3ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ ഉള്ളിലൊരു ബാത്റൂം ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കിച്ചണും വർക്ക് ഏരിയയൊക്കെയാണ് വരുന്നത്. കിച്ചണിലൊക്കെ അതവിടെ കത്തിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, പുകയില്ലാത്ത അടുപ്പൊക്കെ ഇവിടെ ഉണ്ട്. കിച്ചൻ്റെ ഒക്കെ ഫ്ലോറിൽ നല്ല ഭംഗിയുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്, നല്ല ഗ്രിപ്പുള്ള ടൈലൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. കിച്ചണും വർക്ക് ഏരിയയിലൊക്കെ നല്ല സൗകര്യം തന്നെ ഉണ്ട്, പാത്രങ്ങളൊക്കെ വെക്കാനുള്ള നല്ല സൗകര്യം തന്നെയുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി പറയാം. 10 സെൻറ്റ് സ്ഥലമാണുള്ളത്, 1500 സ്ക്വയർ ഫീറ്റുള്ള വീട്, 3 ബെഡ്റൂം നമ്മളെ വീട്ടിലുണ്ട്, 3 ബാത്റൂം ഉണ്ട്. വെള്ളത്തിന് മുറ്റത്തിന് നല്ലൊരു പറ്റാത്ത വെള്ളമുള്ളൊരു ഓപ്പൺ കിണറുണ്ട്. മുറ്റം ഫുള്ളായിട്ട് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്, ചുറ്റുമതിൽ ഗേറ്റ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അധികം പഴക്കമില്ലാത്ത വീട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലാണ്, കമ്പളക്കാട് ടൗണിൻ്റെ ഒക്കെ പരിസരത്താണ് നമ്മളെ വീടുള്ളത്. കമ്പളക്കാട് ടൗൺ വലിയ ടൗണാണ്, എല്ലാ സൗകര്യങ്ങളുമുള്ള ടൗണാണ്. അതിൻ്റെ പരിസരത്താണ് വീടുള്ളത്. ജസ്റ്റ് 1 കിലോമീറ്റർ ദൂരമാണ് ഹൈവേയിലേക്കൊക്കെ ഉള്ളത്. അതുപോലെ ലോൺ സൗകര്യമുള്ള വീടാണ്, നിലവിൽ ഇപ്പോൾ ലോൺ ഉള്ള വീടാണ്. ഈ ലോൺ നമുക്ക് ഈ വീട് സ്വന്തമാക്കുന്നവരുടെ പേരിലേക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് അറിയണമെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും ഒരു ടോട്ടൽ ചോദിക്കുന്നത് 48 ലക്ഷം രൂപയാണ്. ഇവിടെ സ്ഥലത്തിന് മാർക്കറ്റ് ഉണ്ട്, സെന്റിന് 2 ലക്ഷം വരെ മാർക്കറ്റുള്ള ഏരിയ ആണ്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പോൾ ഈ വീട് സ്ഥലം സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് തരിക. നമ്മൾ ആ വർക്ക് ഏരിയൻ്റെ ഭാഗത്താണ് ഉള്ളത്. വർക്ക് ഏരിയക്ക് അത്യാവശ്യം വലിയ വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയൻ്റെ ഭാഗം ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത് ഷീറ്റാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.